പാസ്റ്റർ പ്രത്യാശ് കുഞ്ഞുമോൻ എന്ന യൗവനക്കാരനായ ശുശ്രൂഷകൻ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു സഭയുടെ ശുശ്രൂഷകനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. കൊല്ലം ജില്ലയുടെ മലയോര മേഖലയായ കറവൂർ എന്ന സ്ഥലത്ത് വനത്തിനുള്ളിൽ വന്യമൃഗങ്ങളുടെ കേന്ദ്രമായ ആ പ്രദേശത്ത് സാധാരണക്കാരായ വിശ്വാസികൾക്കൊപ്പം പ്രവർത്തിച്ചു വരികയായിരുന്നു. പ്രത്യാശയുമേ നീതി സൂര്യനാ നീ വരും മേഘത്തിൽ നാളതൻ പ്രത്യാശയുമേ ശോഭയേറും തീരമതിൽ നിൻമുഖം ഞാൻ കണ്ടിടുമേ ശോഭയേറും തീരമതിൽ നിൻമുഖം ഞാൻ കണ്ടിടുമേ നീതി സൂര്യനാ നീ വരും മേഘത്തിൽ ആ നാളതൻ പ്രത്യാശയുമേ നീതി സൂര്യനാ നീ വരും മേഘത്തിൽ ആ നാളതൻ പ്രത്യാശയുമേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗായകൻ കൂടിയായിരുന്നു പാസ്റ്റർ പ്രത്യാശ് കുഞ്ഞുമോൻ. ചർച്ച് ഓഫ് ഗോഡിൻ്റെ മുളക്കുഴ ആസ്ഥാനത്ത് പോയി തൻ്റെ സ്വദേശമായ കൊട്ടാരക്കര പവിത്രേശ്വരത്തേക്ക് ഉള്ള യാത്രാമധ്യേ പന്തളത്ത് വെച്ച് വാഹനാപകടത്തിൽ നിത്യതയിൽ ചേർക്കപ്പെട്ടു. ദുഃഖകരമായ ഒരു സംഭവമാണെങ്കിലും വീണ്ടും അങ്ങേക്കരയിൽ കാണാമെന്ന പ്രത്യാശ പങ്കുവയ്ക്കപ്പെടുകയാണ് പെന്തക്കോസ്തു സമൂഹം. സഭാവ്യത്യാസമന്യേ ബന്ധങ്ങളുള്ള പാസ്റ്റർ പ്രത്യാശ് കുഞ്ഞുമോൻ്റെ നിര്യാണം പെന്തക്കോസ്തു സഭകൾക്കുണ്ടായ ഒരു നഷ്ടം തന്നെയാണ്. ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റ് ഇടമൺ സെൻറ്ററിൽ കറവൂർ സഭാ ശുശ്രൂഷകൻ, ചർച്ച് ഓഫ് ഗോഡ് മാറനാട് സഭാംഗം, ചരിവിള പുത്തൻ വീട്ടിൽ പാസ്റ്റർ പ്രത്യാശ് കുഞ്ഞുമോൻ 28 വയസ്സ് ജൂൺ 23 ഉച്ചകഴിഞ്ഞ് പന്തളത്ത് വെച്ച് നടന്ന വാഹനാപകടത്തിൽ നിത്യതയിൽ ചേർക്കപ്പെട്ടു. പാസ്റ്റർ പ്രത്യാശ് കുഞ്ഞുമോൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു ദാനിയൽ ഡേവിഡ്. ഇപ്പോൾ മുളക്കുഴ മൗണ്ട് സിയോൻ സെമിനാരിയിൽ വൈദിക വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന ദാനിയൽ ഡേവിഡ് പ്രത്യാശ് കുഞ്ഞുമോനെക്കുറിച്ച് ഹൃദയസ്പർശിയായ ഒരു ലേഖനം പോസ്റ്റ് ചെയ്തിരിക്കുന്നു ഫേസ്ബുക്കിൽ. വളരെ ഹൃദയസ്പർശിയായ ഈ പോസ്റ്റ് ഇവിടെ ഒന്ന് വായിക്കാം. പ്രത്യാശ ഛായ, എന്നാലും ഇത്ര വേഗം. 2022 സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ച് ദൈവവചന പഠനത്തിനായി എവിടെ പോകണമെന്ന സംശയത്തിൽ നിൽക്കുമ്പോഴാണ് ജൂൺ മാസത്തിൽ വളരെ അപ്രതീക്ഷിതമായി പ്രത്യാശ ഛായനെ ഞാൻ മുളക്കുഴയിൽ വെച്ച് കണ്ടുമുട്ടുന്നത്. എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് ഡേവിഡ് പാസ്റ്ററുടെ മോനല്ലേ എന്ന് പറഞ്ഞ് പരിചയപ്പെട്ടു. സംസാരത്തിനിടയിൽ സെമിനാരി പഠനത്തിന് തയ്യാറെടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ധൈര്യമായിട്ട് മുളക്കുഴയിൽ വന്ന് പഠിക്ക് എന്ന് പറഞ്ഞ് എൻ്റെ അന്നത്തെ ഡിസിഷൻ മേക്കിങ്ങിന് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചു. ആ വർഷം സെമിനാരിയിൽ അദ്ദേഹത്തിൻ്റെ ജൂനിയറായി ഞാൻ പഠനം ആരംഭിച്ചു. ചുരുങ്ങിയ സമയം കൊണ്ട് എൻ്റെ ജ്യേഷ്ഠ സഹോദരനായി അദ്ദേഹം മാറി. ഒന്നിച്ചിരുന്ന് ഒത്തിരി തമാശ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനിടയിലും പൊതുവെ പഠനകാര്യങ്ങളിൽ ഉഴപ്പനായിരുന്ന എന്നെ വളരെ കാർക്കശ്യത്തോടെ വഴക്കു പറയുകയും ഉപദേശിക്കുകയും പലയിടങ്ങളിൽ ചേർത്ത് പിടിക്കുകയും എനിക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്തതൊന്നും മറക്കാൻ കഴിയില്ല. സെമിനാരിലെ ചാപ്പലിൽ ഒന്നിച്ച് വർഷിപ്പ് ലീഡ് ചെയ്തു തുടങ്ങിയ ഞങ്ങൾക്ക് ഈ ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് ഒരുപാട് വേദികളിൽ ഒരുമിച്ച് കർത്താവിനെ ഉയർത്താൻ ദൈവം അവസരങ്ങൾ തന്നു. ഓരോ ഇടങ്ങളിലും ഞങ്ങളുടെ ഒന്നിച്ചുള്ള യാത്രകൾ, സംസാരങ്ങൾ, ഒന്നിച്ച് ഒരു പായയിൽ വിശ്രമിച്ചതടക്കം ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചു. സെമിനാരി പഠന കാലയളവിൽ കൺവെൻഷൻ കൊയറിൽ ഒന്നിച്ച് നിന്ന് ഗാനങ്ങൾ പാടിയതും ഒന്നിച്ച് താലന്ത് പരിശോധനകളിൽ ജഡ്ജസായി പോയതൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല. എത്രയോ രസകരമായ അനുഭവങ്ങൾ ഞങ്ങൾക്ക് ദൈവം നൽകിത്തന്നു. കറവൂരിലെ സഭാ ശുശ്രൂഷയെ ഞാൻ ഏറെ അഭിമാനത്തോടെയാണ് കണ്ടിരുന്നത്. പ്രായത്തിൽ കവിഞ്ഞ അസാധാരണ പക്വത ശുശ്രൂഷകളിൽ, പ്രത്യേകിച്ച് സഭാ ശുശ്രൂഷയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. റേഞ്ചില്ലാത്ത വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ആ ഉൾവനത്തിൽ എത്രയോ ശ്രമകരമായാണ് ദൈവമേൽപ്പിച്ച ശുശ്രൂഷയെ താങ്കൾ അവിടെ തികച്ചത്. സഭയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ താങ്കളെ കണ്ടപ്പോൾ
നഖം പോയിരുന്നതും ആലയത്തിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് കല്ല് ചുമ്മിയപ്പോൾ അത് കയ്യിൽ വീണ് നഖം പോയതാണെന്നും അറിഞ്ഞപ്പോൾ മനസ്സിലായതാണ് ആരും അറിയാതെ ആ ഉൾവനത്തിൽ എത്രയോ ശ്രമകരമായ ശുശ്രൂഷയാണ് താങ്കൾ ചെയ്യുന്നതെന്ന്. ഞായറാഴ്ച ആരാധനയ്ക്ക് വരുന്ന വിശ്വാസികൾക്ക് കഞ്ഞി വെച്ച് കൊടുത്തിരുന്ന പ്രത്യാശ് പാസ്റ്ററുടെ അനുഭവങ്ങൾ തന്നിൽ നിന്നും തൻ്റെ കൂടെ ശുശ്രൂഷകളിൽ സഹായികളായ കറവൂരിൽ പോയിരുന്ന ഞങ്ങളുടെ സഹപാഠികളിൽ നിന്നും കേട്ടപ്പോൾ ഉള്ളിൽ വലിയൊരു ബഹുമാനം അദ്ദേഹത്തോട് തോന്നിയിട്ടുണ്ട്. കറവൂർ എന്ന ആ ഉൾവനത്തിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു കൂട്ടം വിശ്വാസികളുമായി അവർക്ക് വേണ്ടി ദൈവസഭയുടെ കെട്ടുപണിക്ക് വേണ്ടി താങ്കൾ ചെയ്ത പ്രയത്നങ്ങൾ ഒട്ടും നിസ്സാരമല്ല. പക്ഷേ അത് ആരും വേണ്ട വിധത്തിൽ അറിഞ്ഞില്ല എന്നതാണ് സത്യം. സോഷ്യൽ മീഡിയ പോലും അധികം ഉപയോഗിക്കാത്ത താങ്കൾ അത് മറ്റാരെയും അറിയിക്കാനോ അങ്ങനെ ആഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് സത്യം. നിങ്ങളുടെ ഏറ്റവും അടുത്ത് ഇടപെട്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഈ കഴിഞ്ഞ ജൂൺ 3 നിങ്ങളെക്കൊണ്ട് ദൈവം കെട്ടുപണികൾ നടത്തിയ കറവൂർ ദൈവസഭയുടെ പാഴ്സനേജ് സമർപ്പണത്തിനെത്തിയപ്പോൾ ആ ശുശ്രൂഷയിൽ താങ്കളെയും പ്രത്യേകിച്ച് താങ്കളുടെ അപ്പനെയും അമ്മയെയും ഓർത്ത് ഒത്തിരി അഭിമാനിക്കാനിടയായി. ഓവർസിയറും അസിസ്റ്റൻ്റ് ഓവർസിയറും മറ്റ് നേതൃത്വ നിലയിലുള്ള ദൈവദാസന്മാരും ദൈവമക്കളും അടങ്ങുന്ന സദസ്സിൽ താങ്കളുടെ പ്രയത്നത്തിന് കിട്ടിയ നല്ല മാന്യതയായിരുന്നല്ലോ ആ ശുശ്രൂഷ എന്ന് മനസ്സിൽ ഞാൻ വിചാരിച്ചു. പ്രത്യേകിച്ച് ഓവർസിയർ നിങ്ങളുടെ മാതാപിതാക്കളെ പൊതുവിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി അവരെ അനുമോദിച്ചപ്പോൾ ആ ശുശ്രൂഷയിൽ കണ്ണു നിറഞ്ഞാണ് ഒരു മൂലയിൽ ഞാനിരുന്നത്. അന്നൊന്നും മനസ്സിൽ പോലും തോന്നിയില്ല ഈ ചുരുങ്ങിയ കാലഘട്ടത്തിലെ തൻ്റെ ശുശ്രൂഷ തികച്ച് താൻ പ്രിയം വെച്ച കർത്തസന്നിധിയിലേക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചേർക്കപ്പെടുമെന്ന്. നിങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമെന്നും ശുശ്രൂഷാപരമായി ഒരുപാട് ഉയരങ്ങളിലെത്തുമെന്നും ഞാൻ ഏറെ പ്രതീക്ഷിച്ചിരുന്നു. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ദൈവസഭയുടെ പ്രയർ ബോർഡ് മെമ്പറായുള്ള താങ്കളുടെ ചുവടുവെപ്പെന്ന് വളരെ അഭിമാനത്തോടെ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. മാർച്ച് 10 നമ്മുടെ രണ്ടുപേരുടെയും ജന്മദിനം. ഈ കഴിഞ്ഞ 4 വർഷവും പ്രത്യേകിച്ച് സെമിനാരിയിലെ പഠന കാലയളവിൽ ചാപ്പലിൽ വെച്ചും നമ്മൾ ഒന്നിച്ച് ആഘോഷിച്ചതൊന്നും മറക്കാൻ കഴിയില്ല ചാ. അവസാനമായി താങ്കൾ ഇന്നലെ എനിക്ക് അയച്ച മെസ്സേജും ഇപ്പോഴും സജീവമായി കാണുന്ന താങ്കൾ ഇന്നലെ പങ്കുവച്ച കറവൂരിലെ ഭവന സന്ദർശനത്തിൻ്റെ സ്റ്റാറ്റസ് വീഡിയോയും വാട്സപ്പിൽ കാണുമ്പോഴും ഞാൻ നിങ്ങൾക്ക് എടുത്തു തന്ന നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മുടെ വാട്സപ്പ് ചാറ്റിൽ കാണുമ്പോഴും തമാശകൾ നിറഞ്ഞ നമ്മുടെ വോയിസ് ചാറ്റുകൾ കാണുമ്പോഴും കഴിഞ്ഞ കാലയളവിലെ നമ്മുടെ രസകരമായ ഓർമ്മകൾ മനസ്സിൽ തിളഞ്ഞു മറിയുമ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പ്രത്യാശ് എന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എന്നെ വിട്ടുപോയെന്ന്. അത്രമേൽ എനിക്കും എന്തിനേറെ പറയുന്നു എൻ്റെ കുടുംബാംഗങ്ങൾക്കും താങ്കൾ പ്രിയങ്കരനായിരുന്നു. പാടും വിശുദ്ധർ ഒന്നായി ചേർന്നു വരുന്നല്ലോ, ആനന്ദഗാനം പാടും വിശുദ്ധർ ഒന്നായി ചേർന്നു വരും. ഓ